എല്ലാവർക്കും ലേഖാസ് കിച്ചൺ അപ്പോൾ നമ്മൾ വരന്തരപ്പള്ളിയിൽ അത് നമ്മൾ തുടങ്ങുമ്പോൾ അപ്പോൾ അവർക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാസഞ്ചർ കംപ്ലീറ്റ് അതിൽ ദേശീയ അവാർഡ് കിട്ടിയ മാഷുണ്ട് നമ്മളിത് ഇവിടെ നിർത്തിയ പള്ളിയുടെ പേരാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെയാണ് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള അച്ഛൻ നമുക്ക് സൗകര്യം കൊടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ടീച്ചർമാർക്ക് ഇതേ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പുണ്യാളമ്മൻ്റെ ആ പള്ളിയിൽ നിന്നിട്ട് നമ്മൾ പോയിട്ടാണ്. ഇതാണ് പള്ളിയുടെ ഉൾവശം. അപ്പോൾ നമ്മൾ കൂടെ വന്ന ടീച്ചർമാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ടീച്ചർമാരും മാഷന്മാരാണ്. അപ്പോൾ ആ ഹെൽമെറ്റ് വെച്ച് പോയത് ഇവിടുത്തെ അച്ഛനാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നത് തൊമ്മൽക്കുത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയേക്കുന്നത് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സെമിനാരിയിലാണ് ഇവർ ഭക്ഷണം റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ ലഞ്ച് കഴിക്കാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരി നിന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തിക്ക് തിരക്കായിട്ട് വരുന്നു. അപ്പോൾ ക്യൂ പാലിച്ചിട്ടാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവർ ലഞ്ചിനുള്ള സാധനം ബാക്കിലൊരു കുളം ഉണ്ട് കേട്ടോ. മീൻ കുളമാണ്. അപ്പോൾ അതിലെ മീനുകളൊക്കെ ഉണ്ട്. ഈ സെമിനാരിയുടെ ബാക്കിലൊരു പുഴ പോകുന്നുണ്ട്, മുളങ്കാലുണ്ട്. ഇവിടെ അച്ഛൻ പറഞ്ഞത് ഇവിടെ വന്ന് നിൽക്കാൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഗ്രില്ലടിക്കുന്നവർക്കും അടിക്കാമെന്നാണ് പറയുന്നത്. തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത്. ഇതിൻ്റെ പേര് തൊമ്മൻകുത്താണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുറച്ച് ടീച്ചർമാരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ പേര് കാളിയാർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലാൾ അച്ഛൻ പറഞ്ഞത് കുളിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ കുളിക്കാനും ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒഴുകി പോകണം. നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ അതേ തൊമ്മൻകുത്തിലെത്തിയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരൊക്കെയും വെള്ളച്ചാട്ടം കാണാൻ പോയിക്കാം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം. ഹായ് ചേട്ടാ. ഹലോ. എന്താ ചേട്ടൻ്റെ പേര്? മനോജ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും? ഇവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 50ഓളം ആളുകൾ വന്നാൽ താമസിക്കാനായിട്ട് ഹോം സ്റ്റേ ഉണ്ട്. കൂടാതെ ഏറുമാടം ഉണ്ട്. 2 ഫാമിലിക്ക് താമസിക്കാൻ പരുവത്തിന് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ നല്ല വ്യൂ ഉള്ള ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറുമാടത്തിന് നമ്മൾ പിന്നെ ഒരു ഏറുമാടത്തിന് നമ്മൾ എത്ര ഫീസ് മേടിക്കുന്നത്? ഒരാൾക്ക് പെർ ഹെഡ് 1000 രൂപയാണ്. ക്യാമ്പ് ഫയർ, ബ്രേക്ക്ഫാസ്റ്റ്, പൂളും കൂടെ കൂടിയിട്ട്. അല്ല, അത് നമ്മുടെ എന്താ ഏറുമാടത്തിന് തന്നെയാണോ അതോ ഹോം സ്റ്റേക്ക് മൊത്തമാണോ ഒരാൾക്ക് 1000 രൂപ? അല്ല, ഏറുമാടത്തിൽ താമസിക്കുന്നവർക്കാ പറഞ്ഞത്. അതേ റൂമിന് 2000 രൂപ ഹോം സ്റ്റേക്ക്. പിന്നെ ഓഫ് റോഡ് ട്രക്കിംഗ്, ഓഫ് റോഡ് ജീപ്പ് സവാരി ഉണ്ട്. ഇവിടെ 30 കിലോമീറ്റർ കാട്ടിന്റെ ഉള്ളില് മക്കോളി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അത് കാണാൻ പോയ നല്ല സീനറിയും വൈൽഡ് ആനിമൽസ്, കരടി, കാട്ടുപോത്ത്, ആനയൊക്കെ ഉള്ള ഒരു ഏരിയയില് നടുവിൽ, വനത്തിന്റെ നടുവിലാണ് ഈ മക്കോളി എന്ന് പറഞ്ഞ ഗ്രാമം. ഇതിന് നമുക്ക് എൻട്രി ഫീസ് അത്രയ്ക്ക് ഈ നമ്മുടെ ട്രക്കിങ്ങിന് പോകുമ്പോൾ അതിന് ഓഫ് റോഡ് ജീപ്പ് സവാരിക്കുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 4500 രൂപ വണ്ടിക്ക് 8 പേർക്ക് വരുന്നത്. അതല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് എൻ്റർ ആവാനുള്ള ഫീസ് എത്ര? അല്ല, സാധാരണ നമുക്ക് തൊമ്മൻകുത്ത് കാണാനായിട്ട് 40 രൂപയാണ് ഒരാൾക്ക് 40. ഇത് എത്ര മണി തൊട്ട് ഓപ്പണും ക്ലോസ്? 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം. പിന്നെ ഇതിന് 1 കിലോമീറ്റർ ബാക്കിലായിട്ട് ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപകടങ്ങളൊന്നുമില്ല. വെള്ളച്ചാട്ടത്തിന് അടിയിൽ പോയി കുളിക്കാനുള്ള സൗകര്യങ്ങളുള്ള തൊട്ടടുത്ത് തന്നെ ആനചാടിക്കുത്തുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത വണ്ണപ്പുറത്തിനും അടുത്ത് 7 കിലോമീറ്റർ പോകുമ്പോൾ കാറ്റാടി മറ്റേ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുകൂടാതെ കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ വേറെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. പിന്നെ ട്രൈബൽ വില്ലേജ് ഒക്കെ ആയിട്ട് ഇതിപ്പോ നമുക്ക് രാത്രി വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ട്രക്കിങ്ങിന് പോകണമെന്നല്ലേ ഏറ്റവും നല്ലത്? അതെ അതെ, അതിനൊരു പറ്റിയ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ആര് വന്നാലും വെൽക്കം. അപ്പൊ ചേട്ടന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 9605 23 99 98. അപ്പൊ എല്ലാവരും ഇടുക്കി ജില്ലയിൽ, ഇത് ഇടുക്കി ജില്ലയിലല്ലേ? ഇടുക്കി ജില്ലയിലെ
തൊമ്മക്കുത്ത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ വരാണെങ്കിൽ ഈ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അത് തന്നെയുള്ള ആളെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആൾ ചെയ്തു തരും. പാർക്കിംഗ് ഫീസ് ബസ്സിന് എത്ര ചേട്ടാ? 200 രൂപ, ടെമ്പോ ട്രാവലർ 100, കാറിന് 40. അപ്പോൾ ആളെ സ്ഥലത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചേട്ടനെ പരിചയപ്പെട്ടു. ഇപ്പോൾ ചേട്ടൻ്റെ വീടൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് സാധാരണ നമുക്ക് ഹോം സ്റ്റേ ചെയ്യാനുള്ളത് വീട്. ഇതിനാണ് നമുക്കൊരു പെർ ഹെഡ് 2000 വരുന്നത്. പിന്നെ നമ്മൾ 2000 8 പേർക്ക്. പിന്നെ നമുക്ക് ഏറുപാടം ഏറ്റവും മുകളിലാണ്. അപ്പോൾ എൻ്റെ സൗകര്യം പരിമിതി വീതം വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരാൾക്ക് 1000. ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഹോളും ക്യാമ്പ് ഫയർ അടക്കം. അപ്പോൾ ഇത്രയാണ് സൗകര്യങ്ങൾ അല്ലേ ചേട്ടാ? പിന്നെ ഫ്രഷ് അപ്പിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഡ്രൈവേഴ്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ഡ്രൈവേഴ്സിന് വിശ്രമിക്കാനുള്ള സ്ഥലവും ഫുഡ് കഴിക്കാനുള്ള സൗകര്യം, ഫുഡൊക്കെ ഡ്രൈവേഴ്സിന് കൊടുക്കും. അത് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കും. ഫ്രഷ് അപ്പിനുള്ള സൗകര്യം, ബാത്റൂം സൗകര്യം, ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ ആരെന്തുവാണെങ്കിലും ആളെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി ടാങ്ക്. ഇപ്പോൾ അതേ തൊമ്മൻകുത്തിൻ്റെ പോണ സ്ഥലത്തുള്ള റൂട്ട് മാപ്പാണ് ഇത് കാണിച്ചേക്കണത് കേട്ടോ. അതേ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് കേട്ടോ. അത് ദേ ഒഴുകി തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് കയറാം. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ഫീസ് വരുന്നത് 40 ആണ്. അതിനറ്റം വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കയറി നിദ്യ എനിക്ക് മുട്ടുവേദന എടുക്കുന്നുണ്ട്. അത് കാരണം അപ്പോൾ ഇതിൻ്റെ ഒരു വേദിക്കമ്പി പോലെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. വേനൽക്കാലം ഇതുകൊണ്ടാണ് ഇത്ര ശക്തി കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല ശക്തിയിൽ വരുന്ന പറഞ്ഞത്. വൈകുന്നേരത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇതേ പാലാഴി റെസ്റ്റോറൻറ്റ് ഇവിടെ നിർത്തിക്കട്ടെ. ഇവിടെ വെജുണ്ട് നോണുണ്ട്. അപ്പോൾ നമ്മളിതേ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹോട്ടലാണ്. നമ്മുടെ കൂടെ വന്ന ടീച്ചർമാരും മാഷന്മാരാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.